പതിവിൽ നിന്നും വ്യത്യസ്തമായി മുസ്ലിം ലീഗ് അടിമുടി മാറുകയാണ്. സാധാരണയായി മുസ്ലിം ലീഗ് മന്ത്രിമാരെയൊക്കെ നിർണയിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരെയൊന്നും അങ്ങനെ വിളിക്കാറില്ല. എന്തെങ്കിലും നിർദ്ദേശം ഉണ്ടെങ്കിൽ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ അവിടെ നിന്ന് കൊടുക്കും എന്നൊക്കെ ഉള്ളതല്ലാതെ എന്തെങ്കിലും നിർദ്ദേശങ്ങളോ ശുപാർശകളല്ല, എന്തെങ്കിലുമൊക്കെ അഭിപ്രായമൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കും എന്നുള്ളതല്ലാതെ, അറിയിച്ചാൽ അതിനൊരു മുൻഗണന കൊടുക്കുകയും ചെയ്യും എന്നുള്ളതല്ലാതെ കൃത്യമായ മന്ത്രിമാരുടെയൊക്കെ വിളിച്ച് കൃത്യമായ ഡയറക്ഷൻ ആ നിലയിലൊന്നും പോകാറില്ല. പക്ഷേ ഇപ്രാവശ്യം വളരെ പ്രൊഫഷണലായി പോകുന്ന ഒരു കാഴ്ചപ്പാട് ലീഗിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നു. ചില വിവാദങ്ങൾ, ചില തർക്കങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ PM ശ്രീയുമായി ബന്ധപ്പെടുത്തിയും പേഴ്സണൽ സ്റ്റാഫിലെ ചില ആളുകളുടെ പോസ്റ്റിങ്ങിനെ സംബന്ധിച്ചുമൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ കുറേ അധിക്ഷേപങ്ങൾ വന്നു. അതിനകത്തൊന്നും വലിയ കാര്യമില്ല, എങ്കിലും അധിക്ഷേപങ്ങൾ വന്ന സാഹചര്യത്തിൽ അതുപോലെ തന്നെ പാർട്ടിയുടെ പോഷക സംഘടനകൾക്കും അത് പിന്നെ യൂത്ത് ലീഗ് ആയാലും MSF ആയാലും അങ്ങനെയുള്ള അവരുടെ പോഷക സംഘടനകളുണ്ടല്ലോ, ഏത് പാർട്ടിക്കും ഉണ്ടാവുമല്ലോ, യുവജന വിദ്യാർത്ഥി സംഘടനകളും കർഷക സംഘടനയും അധ്യാപക സംഘടനയും സർവീസ് സംഘടന അടക്കമുള്ള ഒരുപാട് പോഷക സംഘടനകളുണ്ട്. അവർക്കെല്ലാം ഒരു ചെറിയ ആക്ഷേപം അല്ലെങ്കിൽ അഭിപ്രായം വ്യത്യാസം ഈ പേഴ്സണൽ സ്റ്റാഫ് എടുത്തതിലൊക്കെ ചില സോഷ്യൽ മീഡിയ ഹോൾഡറുകളിലൊക്കെ പലരും ഒളിഞ്ഞും തെളിഞ്ഞും പ്രകടിപ്പിച്ചു. +1 സീറ്റിനെ സംബന്ധിച്ചും, അതായത് മലബാർ മേഖലയിലെ +1 സീറ്റ് കൂടുതൽ അനുവദിക്കാത്തതിനെക്കുറിച്ചുമുള്ള ചില ആശങ്കകളുണ്ട്. PM ശ്രീ നേരത്തെ പറഞ്ഞതുപോലുള്ളൊരു വിഷയമുണ്ട്. മദ്യനയത്തിൽ കുറച്ചുകൂടി കർശനമായ ഒരു നിലപാടെടുക്കണം. കാര്യം ലീഗ് മദ്യത്തിനെതിരാണ്. മദ്യ വിതരണത്തിനും അതിൻ്റെ പിന്നെ സമ്പൂർണ്ണ മദ്യനിരോധനത്തിലാണ് ലീഗിന് താല്പര്യം. അപ്പോൾ അതുകൊണ്ട് മദ്യനയത്തിലുമൊക്കെ അതുപോലെ ഊരാളങ്കൽ ലേബർ ബാങ്കിൻ്റെ വിഷയത്തിലുമൊക്കെ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ വിഷയത്തിലുമൊക്കെ പാർട്ടി നിലപാടുടെ വിരുദ്ധമായി മന്ത്രിമാരുടെ വാർത്തകൾ വന്നു എന്നൊരു തോന്നൽ പാർട്ടിക്ക് വന്നിട്ടുണ്ട്. പക്ഷേ അത് ഒരു തോന്നലാണ്, അങ്ങനെ വന്നില്ല. പക്ഷേ എങ്കിലും അങ്ങനെ വന്നതായി അണികളിൽ ഒരു സോഷ്യൽ മീഡിയ ഹോൾഡറുകൾ അങ്ങനെ പറയുന്നു. അതുകൊണ്ട് കോഴിക്കോട് ചേരുന്ന 18-ാം തീയതി, ഈ മാസം 18-ാം തീയതി കോഴിക്കോട് സംസ്ഥാന പ്രവർത്തക സമിതി യോഗം വിളിച്ചിട്ടുണ്ട്. ആ യോഗത്തിൽ അതിരൂക്ഷമായ വിമർശനമൊക്കെ ഉണ്ടാകാതിരിക്കുക എന്നതുകൂടി കണക്കിലെടുത്തുകൊണ്ട് പാണക്കാട് ശിഹാബ് അലി തങ്ങൾ അവർകൾ എല്ലാവരുടെ യോഗവും വിളിച്ചിട്ടുണ്ട്. ചായ സൽക്കാരം എന്ന് പറഞ്ഞാൽ മന്ത്രിമാരായതിനു ശേഷമുള്ള ഒന്നിച്ചുള്ള ചായ സൽക്കാരമാണ് നടക്കുന്നത്. അപ്പോൾ ഭക്ഷണം കഴിച്ചൊക്കെ പിരിയും. അപ്പോൾ ആ ചായ സൽക്കാരത്തിലെ ഒരു അജണ്ട, ഒരു പ്രധാനപ്പെട്ട ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത് ഈ മന്ത്രിമാരുടെ പ്രവർത്തനങ്ങൾ ഒന്ന് വിലയിരുത്താനും, വിലയിരുത്താനുള്ള സമയമായില്ല, 6 മാസം പോലും ആയില്ലല്ലോ. എന്നാൽ പോലും ഇതുവരെ ചെയ്ത പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ചില വിലയിരുത്തലുകളും ഇനി എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ചില സൂചനകളും നിർദ്ദേശങ്ങളുമൊക്കെ നൽകാനുള്ള ശ്രമമാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ചില അലുക്കുലുക്ക് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ചില വിവാദങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ ശക്തമായി വന്നു. +1 സീറ്റ് കുറച്ചുകൂടി അനുവദിക്കാത്തത്, അതുപോലെ തന്നെ വിഷയങ്ങൾ അനുവദിക്കുന്നതിൽ. പക്ഷെ അതൊക്കെ സർക്കാരിൻ്റെ ഒരു നയവും ചട്ടമൊക്കെ നോക്കിയാൽ ചെയ്യാൻ പറ്റുകയുള്ളൂ. പക്ഷേ എന്നാലും അത് മലബാർ മേഖലയ്ക്ക് ആവശ്യമാണ്. പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലൊക്കെ അത് വലിയ ഷോർട്ടേജുണ്ട്. അതുപോലെ മദ്യനയത്തെക്കുറിച്ചുള്ള ചില അഭിപ്രായ കമൻറ്റുകൾ, അതുപോലെ തന്നെ PM ശ്രീയുമായി ബന്ധപ്പെടുത്തിയ കാര്യം, ഊരാളങ്കൽ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റി മികച്ചതാണ് എന്ന് വന്നൊരു പ്രസ്താവന, ഇതൊക്കെ ചെറിയ അലോസരങ്ങൾ പാർട്ടിയുടെ പ്രവർത്തകരുടെ ഇടയിൽ ഉണ്ടായതായി ആക്ഷേപമുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അത് തിരുത്തുക. പാർട്ടി അണികൾ പ്രധാനമാണ്. പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കുന്ന ഒന്നും പറ്റില്ല എന്നുള്ള കർശനമായൊരു നിലപാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ അവിടെ നിന്നുണ്ടാകുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പാണക്കാട് ഹൗസിൽ ഇതിനെ സംബന്ധിച്ച് യോഗമുണ്ടാകും. ചായ സൽക്കാരമാണ്. ചായ സൽക്കാരത്തിൻ്റെ ഒരു അജണ്ട ഇതുവരെയുള്ളത് വിലയിരുത്തുക, ഇനി എങ്ങോട്ടെന്നുള്ളത് കൃത്യമായി തീരുമാനിക്കുക എന്നുള്ളതാണ്. എന്തായാലും പിന്നെ പേഴ്സണൽ സ്റ്റാഫിൻ്റെ നിയമനത്തിലും വന്നിട്ടുള്ള ചില സംശയങ്ങളും അല്ലെങ്കിൽ ചില വ്യക്തികളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളും, പാർട്ടി കൊടുത്ത ലിസ്റ്റ് അല്ലെങ്കിൽ പാർട്ടി ലിസ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അംഗീകരിച്ചോ, അത് പാർട്ടി ലിസ്റ്റിൽ ഒരു 10 പേരെ വേണമെങ്കിൽ 1000 പേരായിരിക്കും ഇതിന് അപേക്ഷിക്കുന്നത്. വലിയ സംവിധാനം. ഇപ്പം 4 മന്ത്രിമാരൊക്കെ എന്ന് പറയുമ്പോൾ കിട്ടുന്നത് 5 മന്ത്രിമാരുണ്ട്. 5 മന്ത്രിമാർക്ക് കിട്ടുന്നത് എത്രയാണ് കിട്ടുക? എന്തായാലും 25 × 5 125 പൊസിഷനിലേ കിട്ടത്തുള്ളൂ. പക്ഷേ 10,000 പേരെങ്കിലും അപ്ലൈ ചെയ്യും. അപ്പോൾ എല്ലാവർക്കും കൊടുക്കാൻ പറ്റത്തില്ല. ചിലപ്പോൾ ചില മെറിറ്റും മറ്റു കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ കൃത്യം പാർട്ടിക്കാർക്ക് തന്നെ കിട്ടിക്കൊള്ളണമെന്നുമില്ല. മറ്റ് മതത്തിലുള്ളവർക്ക് കിട്ടാം, മറ്റ് ജാതിയിലുള്ളവർക്ക് കിട്ടാം. പിന്നെ കഴിവും മാനദണ്ഡവും എക്സ്പീരിയൻസും എല്ലാം പല ഘടകങ്ങൾ നോക്കിയിട്ടാണല്ലോ പേഴ്സണൽ സ്റ്റാഫിനെ വയ്ക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായി മറ്റുള്ളവർക്ക് കൂടി അത് കിട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ വരുന്നതിലുള്ള സംശയങ്ങളും
ചർച്ച ചെയ്യപ്പെടും എന്നാണ് അറിയുന്നത്. എന്തായാലും ഗൗരവതരമായ ഒരു ചർച്ച ലീഗ് വിളിച്ചിട്ടുണ്ട്. പാണക്കാട് മന്ത്രിമാരുടെ യോഗം വിളിച്ചുകൊണ്ട് വിമർശനങ്ങൾക്ക് മറുപടി പറയുക എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ലീഗ് നേതൃത്വം എത്തിയിരിക്കുന്നത്.